ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വിനീസ് കിച്ചൺ കേറ്ററിങ്ങിൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കൂട്ടാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ചോറ് അന്നത്തെ ദിവസം. ഓക്കെ, അന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായിരുന്നു? ചോറ്, ബീൻസ് തോരൻ, ഈ സംഭവം, അതായത് ടൊമാറ്റോ ഗാർലിക് കറി. ഇത് ദാൽ കറി. ഓക്കെ, ടൊമാറ്റോ ഗാർലിക് ദാൽ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കേറ്ററിങ്ങിൽ ചോദിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ സിമ്പിൾ മീൽസിൽ എപ്പോഴും വരുന്ന ഒരു കറിയാണിത്. ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ബീൻസ് തോരനും ചോറും മീൻ വറുത്തതും, ഈ ഒരു കോമ്പിനേഷൻ അൾട്ടിമേറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിൽ ഞാൻ ടൊമാറ്റോ ഗാർലിക് ദാലിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. തുവരപ്പരിപ്പ്, ചെറുപരിപ്പ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട്, ചെറുപയർ പരിപ്പ് ഓക്കെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് ടൊമാറ്റോ ദാളായതുകൊണ്ട് തന്നെ ഒരു 6-7 ടൊമാറ്റോ എടുത്തിട്ട് നല്ലപോലെ പഴുത്ത തക്കാളി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ തന്നെ, ഇതെല്ലാം നമ്മൾ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ആ കളറും കിട്ടും, ഒരു ലൈറ്റ് എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി 2 സ്പൂണോളം അതും കൂടി ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടിയിട്ട്, കുക്കിംഗ് ഓയിലും കൂടി ഇട്ടിട്ട് അതിനെ ഒരു 4-5 വിസിൽ കൊടുത്തോളൂ. ഇനി വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ജീരകം അതൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നല്ലോണം വെളുത്തുള്ളി, ഇപ്പം ഞാൻ ഏകദേശം ഒരു 8-10 വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ പച്ചമുളക് ഒരു 6-7 നല്ല എരിവുള്ള പച്ചമുളക് നന്നായിട്ട് അതും കൂടി വട്ടത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദാൽ കറിക്ക് വേണ്ട കംപ്ലീറ്റ് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ 6-7 വിസിൽ കൊടുത്തിട്ടുള്ള ദാലും ആ ടൊമാറ്റോയും കൂടിയിട്ടുള്ളതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ട് നല്ല കുറുകിയ പരുവത്തിലാവുന്നതുകൊണ്ട് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ഒലുമ്പിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് സ്ലോയിൽ അങ്ങോട്ട് വെച്ചോളൂ. ഇതങ്ങോട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 15 മിനിറ്റ്സ് എങ്കിലും സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ ദാൽ തിളയ്ക്കണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്കാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേരിയേഷൻസ് വരുത്താം. വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിടാം, അതേമാതിരി തന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിടാം. അതെല്ലാം ഈ ഗാർലിക്കിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നൊരു കാര്യമാണ്. ഓക്കെ, എൻ്റെ ഒരു വിനീസ് കിച്ചൺ കേറ്ററിങ്ങിൽ ഞാൻ അത് ചെയ്യാറില്ല. ജസ്റ്റ് നോർമലായിട്ടുള്ള മല്ലിയില മാത്രം തൂവിയിട്ടാണ് ഞാൻ ഇത് എടുക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് വേണം, അല്ലെങ്കിൽ നോർമൽ കേറ്ററിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ദിവസമാണെങ്കിൽ പോലും വിനി ടൊമാറ്റോ ദാൾ സെപ്പറേറ്റ് ആയിട്ട് തരൂ എന്ന് പറയുന്ന ഒരു രീതിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ മക്കളെ, നമ്മൾ 350K ആയിട്ടോ ഫാമിലി. ഓർഗാനിക് ഗ്രോത്താണ്. ഞാൻ എവിടെയും ഒരു കാട്ടിക്കൂട്ടലും ഇല്ലാണ്ട്, നമ്മൾ എവിടെയും സ്പീഡ് വെച്ച് പോവാണ്ട് നമ്മളിങ്ങനെ പതുക്കെ 1-2 സബ്സ്ക്രൈബർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ 350K സബ്സ്ക്രൈബറിൻ്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ്, രാത്രിയാണ് കേട്ടോളൂ നമ്മളിത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Congratulations and celebrations. Okay, in unison. You're my honey bun sugar, honey bunny yum. You're my sweet. Yeah. Come on. Thank you guys. Congratulations on 350. Thank you. Congratulations, Vinny's Kitchen. Congratulations. Proud of you. This Keep small going. piece goes to you. Thank you. Congratulations. Thank you so much, guys. No worries. Thank you so much. Thank you. Congratulations. Thank you really. എല്ലാവരോടും ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. എൻ്റെ കുടുംബത്തിനോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഓർഗാനിക് ഗ്രോത്ത്. ഞാൻ ഇന്നേ ദിവസം വരയ്ക്കും
ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ പോലും ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന്. എൻ്റെ വിശ്വാസം ഇഫ് യു ലൈക്ക് മീ ദേ വിൽ ഡു ഇറ്റ് എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വൺസ് അഗെയിൻ.